Hello lazy ones, welcome to my YouTube channel Nikhil Nimmi Vlogs. സോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വൺ പോട്ട് മീലാണ്. അതായത് നമുക്ക് ബാച്ചിലേഴ്സിനൊക്കെ കുറച്ച് ഈസി ആയിരിക്കും ഇങ്ങനത്തെ റൈസൊക്കെ ഉണ്ടാക്കി ലഞ്ചിന് കൊണ്ടുപോകാന്ന് പറയുന്നത്. അതുപോലെ ഓഫീസ് ഗോയിങ് ആയിട്ടുള്ള ഹസ്ബൻഡ്സിനൊക്കെ കൊടുത്തു വിടാൻ പറ്റിയതും കുട്ടികൾക്കായാലും ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. സോ നമുക്കിതിന് വേണ്ടത് ഒരു ഓണിയൻ, ഒരു ക്യാപ്സിക്കം ആൻഡ് ഒരു ഗ്രീൻ ചില്ലിയാണ്. ഇതെല്ലാം ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് റൈസാണ്. സോ വൈറ്റ് റൈസ് നമുക്ക് ഏത് തരത്തിലുള്ള വൈറ്റ് റൈസ് ആണെങ്കിലും എടുക്കാം. ബസ്മതിയോ ജീരകശാലയോ നിങ്ങളുടെ കയ്യിലുള്ള ഏത് വൈറ്റ് റൈസ് ആണെങ്കിലും യൂസ് ചെയ്യാം. സോ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സോനാ മസൂരി റൈസാണ്. അതും 3/4 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോ 3/4 കപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആൾക്കും, ഒരു വലിയ ആൾക്കും ഒരു കുട്ടിക്കും കഴിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനും കുട്ടിക്കും വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് 3/4 കപ്പ് ഓഫ് റൈസാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. സോ കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യ് ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. ഒരു ഫ്ലേവർ ഡിഫറൻസ് അധികമൊന്നും ഉണ്ടാവില്ല. സോ നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഷാജീര ഇടുന്നുണ്ട്. ഷാജീര എന്ന് പറയുന്നത് നമ്മൾ സാധാ ജീരകമോ പെരുംജീരകമോ ഒന്നും അല്ല കേട്ടോ. ഷാജീരയ്ക്ക് ഒരു എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ ഉണ്ട്. നമുക്കൊരു എന്താ പറയുക, ഒരു ബിരിയാണി കൈൻഡ് ഓഫ് ഒരു അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു ഫ്ലേവർ ഉണ്ട്. സോ ഷാജീര വേറെയാണ്. അപ്പോൾ നിങ്ങൾ ഇടുവാണെങ്കിൽ ഷാജീര ഇടാൻ നോക്കണം. ബാക്കി ഇട്ട് കഴിഞ്ഞാൽ അത്രയ്ക്കൊരു ഫ്ലേവർ നമുക്ക് കിട്ടില്ല. സോ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒണിയൻ ചേർത്തു. ഒണിയൻ അധികമൊന്നും നമുക്ക് സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാം. ഗ്രീൻ ചില്ലി അതിലേക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഇതൊന്നും ഭയങ്കരമായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി റൈസ് കുക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം കുക്കായിക്കോളും. സോ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ റൈസിലേക്കും കൂടി നോക്കിയിട്ട് വേണം സോൾട്ട് ആഡ് ചെയ്യാൻ. ഇൻ കേസ് ഇപ്പോൾ കുറവാണെങ്കിൽ നമ്മൾ റൈസ് ആഡ് ചെയ്ത് വെള്ളം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് കറക്റ്റ് അല്ലെങ്കിൽ പിന്നെയും ആഡ് ചെയ്ത് കൊടുക്കണം. സോ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ബീഫ് മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈസ്റ്റേണിൻ്റെ ബീഫ് മസാലയാണ്. സോ നിങ്ങൾക്ക് എന്ത് മസാല വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് എന്ത് ഫ്ലേവറാണ് നിങ്ങൾക്ക് ഇഷ്ടം. അതായത് ഇപ്പോൾ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം, എന്താ പറയുക, ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ, ബീഫ് മസാല ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പാർ പൗഡർ ആയാലും 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ ഒരു നല്ല ഫ്ലേവർ കിട്ടും. സോ അപ്പം ബീഫ് മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. സോ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഒരു കുക്കറിൽ എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ്സിൽ തന്നെ നമ്മുടെ ലഞ്ച് റെഡിയാവും. നമ്മൾ ഈ രാവിലെ എനിക്ക് ചോറും കറിയും ഒന്നും ഉണ്ടാക്കുന്ന പിള്ളേർക്കാണെങ്കിൽ നല്ല ഇഷ്ടമാവും. കാരണം ഇന്നും വെറൈറ്റി റൈസ് എന്ന് പറയുമ്പോൾ അവർക്ക് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. എന്നും നമ്മൾ ചോറും കറിയും കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. സോ ഇതിലേക്ക് ഞാൻ കഴുകി എന്താ പറയുക, വാറ്റി വെച്ച് കഴിഞ്ഞാൽ വാർത്ത് വെച്ച അതായത് വെള്ളമൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ റൈസ് ഇട്ടിട്ടുണ്ട്. ഞാൻ കുതിർത്തിട്ടില്ല കേട്ടോ. റൈസ് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് മാറ്റി വെച്ചതാണ്. വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ച റൈസാണ്. സോ റൈസ് ഇട്ട ശേഷം നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ ഈ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ റൈസ് ഒന്ന് അത്യാവശ്യം റോസ്റ്റായി കഴിഞ്ഞതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ചും കൂടി എന്താ പറയുക, ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കട്ടാക്കിയതാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന സോനാ മസൂരി റൈസ് ആയതുകൊണ്ട് സോനാ മസൂരി റൈസിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ഞാനെടുത്ത അളവിൻ്റെ ഡബിൾ വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലിഡൊക്കെ ക്ലോസ് ചെയ്ത് ഒരു 3 വിസിലാണ് ഇതിൻ്റെ കണക്ക്. അത് നമ്മുടെ ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിൽ വെക്കണം. ഈ 3 വിസിൽ അടിച്ചതിന് ശേഷം ഇതിൻ്റെ പ്രഷർ പോയ ശേഷം വേണം ഇത് തുറക്കാൻ കേട്ടോ. അപ്പോൾ ഇത് തുറന്ന് കഴിയുമ്പോൾ കുറച്ച് ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് വാട്ടറായിട്ട് ഫീൽ ചെയ്യാം. പക്ഷെ അത് കുഴപ്പമില്ല. അത് ചൂടാറി കഴിയുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് റൈസ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല, ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല, നല്ലപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടി ഇട്ട് കൊടുക്കുന്നത്. യു ക്യാൻ ആഡ് സ്പ്രിങ് ഓണിയൻ ഓൾസോ. ഓക്കെ, അത് നിങ്ങളുടെ ചോയ്സ് പോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതായത് എന്ത് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുമ്പോഴും അതിനൊരു ഡിഫറെൻറ്റ് ഫ്ലേവർ ആയിരിക്കും. സോ നമുക്കിത്
എന്താ പറയുക, ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ്സ് മാക്സിമം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. സോ നമുക്കിതൊരു തൈരിൻ്റെ കൂടെ, യോഗേർട്ട്, ക്രാക്കേഴ്സ്, പപ്പടത്തിൻ്റെ ഒക്കെ കൂടെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സോ എല്ലാവരും ട്രൈ ചെയ്യണം.